ഹായ് ഏവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേയുടെ RRB NTPC എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഗ്രാജുവേറ്റ് ലെവലിൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് അല്ലേ. 14-ാം തീയതി തൊട്ട് ഗ്രാജുവേറ്റ് ലെവലിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ 21-ാം തീയതി തൊട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അതായത് 12th ലെവലിൻ്റെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. നമുക്ക് അടുത്ത മാസം വരെ സമയമുണ്ട്. അതായത് ഗ്രാജുവേറ്റ് ലെവൽ ഒക്ടോബർ 13 വരെയും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ഒക്ടോബർ 20 വരെയും അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഫോം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, അത് മെജോറിറ്റിയും അതിൻ്റെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. പഠിക്കാനുള്ള സിലബസും അതിൻ്റെ എക്സാം പാറ്റേണും ബാക്കി എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തതിലായിട്ട് ഒത്തിരി ഡൗട്ട്സ് ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഫോം ഫില്ലപ്പ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം റിജക്ഷൻ പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ്. നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് മതിയാവും അതിനകത്ത് റിജക്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അത് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നതിലായാലും നമ്മുടെ മാർക്ക് എൻ്റർ ചെയ്യുന്നതിലായാലും നമ്മുടെ പേര് എൻ്റർ ചെയ്യുന്നതിൻ്റെ സ്പെല്ലിങ്ങിലായാലും ആ ഒരു ചെറിയ കാര്യമായി, പിന്നെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിനാലും അങ്ങനെയെല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അതിനൊരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ അതിന് പ്രത്യേകിച്ചുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഉണ്ട്. അതിൽ റിസർവ്ഡ് കാറ്റഗറീസിനായ ഒരു ഏജ് റിലാക്സേഷൻ വരും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം ഇതിനകത്ത് കേട്ടോ. അത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം വേണം നമ്മളൊരു RRB ചൂസ് ചെയ്യുന്നത്. ഏത് RRB വേണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും, ഒരൊറ്റ RRB നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. RRB ചൂസ് ചെയ്യുന്നതിലായാലും പോസ്റ്റിൻ്റെ പ്രിഫറൻസ് സെലക്ട് ചെയ്യുന്നതിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുമാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടും അപ്ഡേറ്റ്സ് നിങ്ങളുടെ കയ്യിൽ ഓൺ ടൈമിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ നമ്മുടെ രണ്ടാമതൊരു ചാനലുണ്ട്, അത് റെയിൽവേ അതുപോലെ SSC ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയാലും അത് നമുക്ക് NTPCയുടെ സിലബസിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് റീസണിങ്ങും മാത്സും അതുപോലെ GKയുമാണ്. ഇംഗ്ലീഷില്ല, GK ആണ്. ഈ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ഡിസ്കഷനും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കാര്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും എല്ലാം നമുക്ക് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ചാനലിൽ കണ്ടന്റ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ NTPC നോട്ടിഫിക്കേഷനകത്ത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിനകത്ത് വന്നിരിക്കുന്നതിൽ ആ പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ്. അത് ലാസ്റ്റ് 2 ഒരു സ്കിൽ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളൊക്കെ എല്ലാം സ്കിൽ ടെസ്റ്റിലുണ്ട്. ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അവരോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മിക്ക കുട്ടികളും ചോദിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞങ്ങളിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞു, ഞങ്ങൾ പാസ്സായില്ല, പാസിംഗ് ചെയ്ത റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിഗ്രിയുടെ കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ 12th ലെവൽ പോസ്റ്റും പറഞ്ഞിരിക്കുന്നത്. 12th ലെവലിലും നമുക്ക് അതിൻ്റെ പോസ്റ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത്രയും പോസ്റ്റുകളാണ് നമുക്കുള്ളത്. അതിൻ്റെ ബേസിക് പേയും അതിൻ്റെ ഏത് ലെവലിൽ വരുന്നതാണെന്നുള്ളതും അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും എല്ലാം നമ്മളത് കണ്ടതാണ് കേട്ടോ. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് നോക്കിയിട്ട് വേണം ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പ്രധാനമായിട്ടും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ വിഷൻ സ്റ്റാൻഡേർഡാണ് അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. കാഴ്ചശക്തി ആയിരിക്കും നമ്മുടെ പരിശോധിക്കപ്പെടുന്നത്. ഈ A2 എന്നൊക്കെ പറയുന്ന കാഴ്ച കുറവുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്ന പോസ്റ്റല്ല അത്. നമ്മൾ അത് വെച്ച് അപ്ലൈ ചെയ്താലും മെഡിക്കൽ സമയത്ത് അത് പരീക്ഷ എഴുതി നമ്മൾ പാസ്സായി, CBT 2 ഘട്ട പരീക്ഷയുണ്ട്, ആ പരീക്ഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസ്സായി. അതിപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ ഒരു CBAT എക്സാമും കൂടെ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് പോകുന്നത്, മെഡിക്കലിലേക്ക് പോകുന്നത്. അപ്പോൾ ആ വിഷൻ ടെസ്റ്റ്, അവിടെ വിഷൻ ടെസ്റ്റ് ഉണ്ട്, ആ വിഷൻ ടെസ്റ്റ് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യപ്പെടും. താഴോട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെലക്ഷൻ കിട്ടത്തില്ല, നമ്മൾ ഡയറക്റ്റ് പുറത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം നമുക്ക് പറ്റുന്ന, നമുക്ക് ഓക്കെ ആണ്, നമ്മുടെ വിഷൻ ക്ലിയർ ആണ്, നമുക്കിത് പാസ്സാവാൻ പറ്റും, അങ്ങനെ ഉറപ്പുള്ള വിഷൻ സ്റ്റാൻഡേർഡ്സ് വരുന്ന പോസ്റ്റിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ആൾക്കാരാണ്, ഈ ലോ വിഷനുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ +2 ലെവൽ പോസ്റ്റുകൾ വന്നിട്ട് ഇതാണ്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്നുള്ളതും അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നുള്ളതും ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നുള്ളതും ട്രെയിൻസ് ക്ലർക്ക് എന്നും പറയുന്നുണ്ട്. +2 ആണ് അതിനകത്ത് പറഞ്ഞത്. 50% മാർക്ക് വേണം, 50% മാർക്ക് വേണം. പിന്നെ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്കെല്ലാം എന്തുകൊണ്ടാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അവിടെ ടൈപ്പിംഗ് പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. റെയിൽവേ ഈ രണ്ട് സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റിന് ഒന്നും ഗ്രാജുവേറ്റിന് ഒന്നുമാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങൾ അവർ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് നോക്കത്തില്ല. നമ്മളെല്ലാവരും മിക്കപ്പോഴും നോക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, എലിജിബിലിറ്റി എന്താണ്, ഏജ് ലിമിറ്റ് എന്താണ്, അതിൻ്റെ സിലബസ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, ഈ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതൊന്നും വായിക്കാൻ മെനക്കെടാറില്ല. അതിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള ഉത്തരമാവും. അതായത് അവസാന വർഷം റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്കോ പരീക്ഷ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആൾക്കാർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദേ possess and fulfill all eligibility conditions prescribed for the post as closing date of online registration. അതായത് എപ്പോഴാണോ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്, അപേക്ഷ ക്ലോസ് ചെയ്യുന്നത്, അതിന് മുന്നേ ഈ പറഞ്ഞിട്ടുള്ള എലിജിബിലിറ്റീസ് എല്ലാം അക്യൂർ ചെയ്തിരിക്കണം, ഫുൾഫിൽ ചെയ്തിരിക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. as on 2010-2024, അതായത് 20-10-2024 അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, 14-13-10-2024 ഗ്രാജുവേറ്റ് ലെവൽ, ആ 2 ഡേറ്റിന് മുന്നേ എന്തായിരിക്കണം? കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട്സ് ഫോർ പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഷുഡ് നോട്ട് അപ്ലൈ. ഈ പറഞ്ഞിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, അവിടെയും നമുക്ക് പ്രശ്നമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 10-ാം തീയതി, 13-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതിക്കകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ അതിൻ്റെ രജിസ്റ്റർ നമ്പറും ബാക്കി കാര്യങ്ങളെല്ലാം, അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പറും ഒക്കെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? എൻ്റർ ചെയ്യേണ്ടി വരും. അവിടെ അക്യൂർ ചെയ്ത ഡേറ്റ് എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫോട്ടോസൊക്കെ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതായത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞിരിക്കുന്ന 2 ക്ലോസിംഗ് ഡേറ്റ്, അതായത് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്നായിരുന്നു? 13-10. ഇത് ഗ്രാജുവേറ്റ് ലെവലാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെയാണ് ഇത്, അല്ലെങ്കിൽ +2 ലെവലിൻ്റെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് 20-10-2024. ഈ 2 ഡേറ്റിനകത്തും എന്താണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഒരു 8-10 പോയിന്റ്സ് ഉണ്ട് ആ നോട്ടിഫിക്കേഷനകത്ത്. ആ പോയിന്റ്സ് നമ്മൾ വ്യക്തമായിട്ടും വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മളുടെ പല കൺഫ്യൂഷനും എന്തായിരിക്കും? ഉത്തരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തത്, ഈ RRBസിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക, എന്ത് ഡേറ്റ നിങ്ങൾ അതിനകത്ത് എൻ്റർ ചെയ്താലും അത് കൃത്യമായിരിക്കണം. അതിൻ്റെ കറക്റ്റ്നെസ് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഇതെല്ലാം കാര്യം നമുക്ക് പരീക്ഷ എഴുതാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്താലും പ്രശ്നമില്ല, നമുക്ക് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം നമുക്ക് എക്സാം കിട്ടി, 2 എക്സാം അല്ലെങ്കിൽ 3 സ്റ്റേജ് എക്സാം പാസ്സായതിനു ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ DBയിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഇതിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തില്ല? നമ്മുടെ കാൻഡിഡേച്ചർ റദ്ദാക്കപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പോയിട്ട് ലാസ്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പേരിൽ, നമ്മുടേതായിട്ട് വന്ന ഒരു മാനുവൽ എററിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടേതല്ലാതായിട്ട് വന്ന ചെറിയ എററിൻ്റെ പേരിലോ ഒരിക്കലും പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ അത് ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ അനുസൃതമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് കൊടുക്കാനായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള പേരായാലും അച്ഛൻ്റെ പേരായാലും അമ്മയുടെ പേരായാലും അതിലെങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അതുപോലെ എൻ്റർ ചെയ്യുക കേട്ടോ. അഥവാ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ചേഞ്ച് വരുത്തി ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ തെറ്റാണ്, പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് ഈ പറഞ്ഞ 1-2 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് എന്തായിരിക്കണം? കറക്റ്റ് ഡേറ്റ എൻ്റർ ചെയ്യണം. എന്താണോ ശരിയായ ഡേറ്റ ആ ഡേറ്റ എൻ്റർ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളത് നേരെ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മുന്നോടിയായിട്ട് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യാനുള്ള കാര്യം റെഡിയാക്കുക കേട്ടോ. കാരണം നമ്മൾ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മുന്നേ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പണി ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ കറക്റ്റ് ഡേറ്റയിലേക്ക് എൻ്റർ ചെയ്താൽ പക്ഷേ സർട്ടിഫിക്കറ്റിൽ വേരിയേഷൻ വന്നു, ഡോക്യുമെന്റ് സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടിയില്ല, നമ്മൾ പുറത്താക്കപ്പെടും. അപ്പോൾ അത് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആ കാര്യം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ തുടക്കത്തിൽ ആ ഡോക്യുമെന്റിന്റെ കാര്യം എല്ലാം പറഞ്ഞതാണ്. മൊബൈൽ നമ്പരും അതുപോലെ എന്താ പറയുക മെയിൽ ID എല്ലാം അത് വേണം. കാരണം OTP ഒക്കെ വരുന്നതാണ്. ആധാർ വെരിഫിക്കേഷൻ ഉണ്ട്, ആധാറിൻ്റെ OTP വെച്ചാണ് നമുക്ക് വെരിഫിക്കേഷൻ വേണം. ആ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വേണം കേട്ടോ. പിന്നെ വേറൊരു സംശയം എല്ലാം ചോദിക്കുന്ന, ഒന്നിലധികം RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല,
ഒറ്റ RRBയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിവാൻഡ്രത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ RRB ട്രിവാൻഡ്രത്തിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പോസ്റ്റ് പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നതായാലും RRB ചൂസ് ചെയ്യുന്നതായാലും നമ്മൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്താനായിട്ട് അവർ കുറച്ച് സമയം തന്നിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഒരു 1-2 ദിവസം നമുക്ക് കറക്ഷൻ വരുത്താനായിട്ട് സമയം തന്നിട്ടുണ്ട്. പക്ഷേ ചൂസ് ചെയ്ത RRBയോ ചെയ്ത പ്രിഫറൻസ് വെച്ച് പോസ്റ്റിൻ്റെ പ്രിഫറൻസ് വെച്ച് അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ജനറൽ കറക്ഷൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരുത്താൻ പറ്റത്തുള്ളൂ. ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. ഓക്കെ, പിന്നെ കാരണം നമ്മളിപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ RRB വെച്ച് സബ്മിറ്റ് ചെയ്താലും എന്തായിരിക്കും, മോർ ദാൻ 1 ആപ്ലിക്കേഷൻ എന്നുള്ള രീതിക്ക് അവർ റിജക്ട് ചെയ്യുമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പറഞ്ഞു, ഈ ഒരു 10 പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞതാ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം വന്ന അതേ രീതിക്ക് തന്നെയാണ് ഇതും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നോക്കാം, നമ്മൾ കണ്ണാടിയിൽ നിന്നും വെച്ചിട്ട് നമുക്ക് കാഴ്ചയുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷേ അതിൻ്റെ ബാക്കി ടെസ്റ്റ് എല്ലാം പാസ്സായി, മെഡിക്കലിൽ പോവാണ്. മെഡിക്കലിൽ പോയപ്പോൾ നമ്മളിവിടെ ഫെയിലായി. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ താഴേക്കുള്ള പോസ്റ്റിലേക്കല്ല നമ്മൾ വരുന്നത്, എന്ത് ചെയ്യുന്നത്, നമ്മളെ നേരെ റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിഫറൻസ് മാറുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, റിജക്റ്റ് ചെയ്യുമെന്ന് അവർ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, they fulfill the prescribed medical standards for the post they are opting for. It is to be noted by the candidate that in the case of the candidate found to be medically unsuitable for the opted post at the time of medical before appointment, alternate appointment shall not be given. അതിന് പകരം താഴേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്ക് വരത്തില്ല. ഫസ്റ്റ് നമുക്ക് സെലക്ഷൻ വന്ന പോസ്റ്റ് ഏതാണോ അതിനകത്തേക്കുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണെന്ന് നോട്ടിഫിക്കേഷൻ തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് മിക്ക ആൾക്കാരുടെ സംശയമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോസിൻ്റെ കമൻസിൽ തന്നെയായിരുന്നു, നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതിൻ്റെ എക്സാം പാറ്റേൺ നിങ്ങളൊന്ന് നോക്കുക. 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് GK, രണ്ടാമത്തത് മാത്സ് പഠിക്കണം, QA വേണം, പിന്നെ വേണ്ടത് റീസണിങ് ആണ്. ഇതിൽ 3 ഘട്ട എക്സാം ആണുള്ളത്. CBT 1 എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അതിന് 100 മാർക്കിനാണ്. ഇതിൽ 40 മാർക്കിന് GK, 30 QAയും 30 റീസണിങ്ങും ആണ് വരുന്നത്. ഓക്കെ, ഇനി CBT 2ലേക്ക് വരുമ്പോഴത്തേനും അത് 120 മാർക്കിന് 120 ക്വസ്റ്റ്യൻ നമുക്ക് 90 മിനിറ്റ് അവിടെ ഉണ്ടാവും. അതിൽ 50 GKയും 25 QAയും 25 എന്തായിരിക്കും, റീസണിങ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. 50 QAയും എത്രയാണ്, 25 അല്ല 35 വീതം എന്തായിരിക്കും QAയും റീസണിങ്ങും നമുക്ക് അവിടെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അതിന് സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള എക്സാമിന് തന്നെ നമുക്ക് എന്താണ് CBAT ഉള്ളത്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമ്മുടെ ഇൻ്റലിജൻസും നമ്മുടെ എന്താ പറയുക വിഷൻ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ചിന്താശേഷിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് മുമ്പ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് അറിയുന്നത്, അത് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അത് പിന്നെ ടൈപ്പിംഗ് പോസ്റ്റ് വരുമ്പോഴത്തേക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. സ്കിൽ ടെസ്റ്റിൽ നമുക്ക് 30 വേർഡ് പെർ മിനിറ്റ് ആണ് കേട്ടോ. നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് വേണ്ടത് 30 വേർഡ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, മെഡിക്കലിലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ഘട്ടവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെതായ പ്രാധാന്യത്തോടെ വേണം നമ്മളതെല്ലാം എന്ത് ചെയ്യാൻ കാണാൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ GKയും QAയും റീസണിങ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഏറ്റവും ബേസിക് കൺസെപ്റ്റും ബേസിക് ടോപ്പിക്സും തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റൻ എടുത്ത് നോക്കാം. QA ഒക്കെ നമ്മൾ വിചാരിക്കും പാടായിരിക്കും, പക്ഷേ ഇല്ല, ബേസിക് ആയിട്ട് 10ാം ക്ലാസ്സിനകത്ത് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ് ലെവൽ വരെയുള്ള കണ്ടൻസ് ആണ് നമുക്ക് അതിനകത്ത് പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, ബേസിക് ട്രിഗണോമെട്രിയും ബേസിക് എലിമെൻ്ററി സ്റ്റാറ്റിക്സും ആ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ സമയമുണ്ട്, ആവശ്യത്തിലധികം സമയം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെയും ബാക്കി കാര്യങ്ങളുടെ എല്ലാം ഓരോ പോസ്റ്റ് ഏതൊക്കെ പോസ്റ്റാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബാങ്ക്, SSC, റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ചാനലുണ്ട്, ആ ചാനലിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ മെയിൻ ചാനൽ. അപ്പോൾ ഈ ചാനൽ രണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സംശയം, ഈ പോസ്റ്റിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയമുണ്ട്, അത് എന്താണ് ജോലി, എവിടെയാണ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ചാനലിൽ വന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എല്ലാം നമ്മുടെ മെയിൻ ചാനലിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ ചാനൽ നോക്കുമ്പോൾ അറിയാം, ഹോം പേജിൽ വന്നിട്ട് അവിടെ NDPCയുടെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. എന്ത് സംശയവും നിങ്ങൾക്ക് ഈ NDPC റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അതിനകത്ത് ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് അവൈലബിൾ ആണ്. വീഡിയോസ് എല്ലാം ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ട്, നേരിട്ടത് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് നിങ്ങളുടെ സംശയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനൊരു ചാൻസ് ഉണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് 23-ാം തീയതി കേട്ടോ, 23 തിങ്കളാഴ്ച 5 മണിക്ക്
5 മണിക്ക് നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് അഡാ 247 ആപ്പിനകത്തായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തുള്ള ലിങ്ക്, ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടും ബാക്കി കാര്യങ്ങളെല്ലാം ചോദിക്കുക. ഓക്കെ, ആ വെബിനാറിന് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളും അങ്ങനെ അത് എന്താണ് ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ളതും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെബിനാറിനകത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്, ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് അല്ലേ. പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ NDPCയുടെ ഒരു ബാച്ച് ഓൾറെഡി 17 സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്റ്റോറിൽ നോക്കി കഴിയുമ്പോൾ കാണുന്നത് സെക്കൻഡ് ബാച്ചാണ് കേട്ടോ. സെക്കൻഡ് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10-ാം തീയതിയാണ്. 10-ാം മാസം, അതായത് 1/10/2024 ഒക്ടോബർ 1-ാം തീയതിയാണ് സെക്കൻഡ് ബാച്ച് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാച്ച് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടക്കത്തിലേ തന്നെ ജോയിൻ ചെയ്ത് ആ ഒരു ഓർഡറിൽ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു പോവുക. ഓക്കെ, സമയമുണ്ട്. അപ്പോൾ ഇനി എക്സാം ഡേറ്റ് വരട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡേറ്റ് വരും, പെട്ടെന്ന് എക്സാം നടക്കും, നമുക്ക് പഠിച്ചു തീർക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിലുള്ള സമയമുണ്ട്, നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു 6 മാസം പഠിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. NDPCയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസ് നിങ്ങൾ നോക്കുന്നുണ്ട്, റെയിൽവേയുടെ നോക്കുന്നുണ്ട്, SSCയുടെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ സെക്രട്ടറി അസിസ്റ്റന്റ് ഉടനെ വരും കേട്ടോ. ഒക്ടോബർ ഡിസംബർ സമയത്താകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ കോഴ്സിലെല്ലാം നമുക്ക് സെപ്പറേറ്റ് കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന് വേണ്ടി നിങ്ങൾക്ക് സൊല്യൂഷനാണ് കേരള മെഗാ പാക്ക്. കേരള മെഗാ പാക്ക് ഏകദേശം 3900 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 6 മാസത്തേക്ക് അതിൻ്റെ ആക്സസ് കിട്ടും. 6 മാസത്തേക്ക് ആക്സസ് കിട്ടുമ്പോൾ അവിടെ PSCയുടെ എക്സാമിന് ഉണ്ടാവാൻ പഠിക്കാം, SSCക്ക് പഠിക്കാം, ബാങ്കിന് പഠിക്കാം, ഹൈക്കോർട്ട് എക്സാം, ഏത് എക്സാംസിന് വേണോ നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3900 രൂപയ്ക്ക് എന്ത് പറ്റും, നമ്മുടെ മെഗാ പാക്കിൽ കയറാം. അല്ല NDPC മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് NDPCയുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിസ്കൗണ്ട്, ഈ ഓഫർ എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ മാക്സിമം കുറഞ്ഞ ചിലവിൽ ഈ 3900 രൂപയ്ക്ക് ഇത് ചെയ്യാം. ഏകദേശം 2200 രൂപയോളം സ്പെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NDPCയുടെ ബാച്ചിലേക്കും ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം അഡാ 247 സെലക്ട് ചെയ്യുക. ആപ്പിലായാലും ഇതിങ്ങനെയാണ്, നമ്മൾ ഓൺലൈൻ ആപ്പിലായാലും ഇതേ രീതിക്കാണ് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുക, അതിൽ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷൻ എടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റ് എടുക്കുക. കേരള സ്റ്റേറ്റിൽ നമുക്ക് കേരള റെയിൽവേയിലേക്ക് വരിക. കേരള റെയിൽവേയിലെ NDPCയുടെ ട്രാക്ക് എന്ന് പറഞ്ഞ CBT1-നും CBT2-നും വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2999 രൂപയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ അത് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം കുറഞ്ഞ ഒരു 2900 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. Y907 എന്നുള്ള കൂപ്പൺ കോഡ് കേട്ടോ, Y907 എന്നുള്ള കൂപ്പൺ കോഡ്. ആപ്പിലാണെങ്കിലും ഇതേ രീതിക്ക് തന്നെയാണ് പ്രോസസ്സ് വരുന്നത്. 2929 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഇതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ മഹാപാക്കിലും ജോയിൻ ചെയ്യേണ്ടത്. എടുക്കുക, കേരള മഹാപാക്ക് എടുക്കുക, മഹാപാക്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ടെസ്റ്റ് സീരീസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, എത്ര അതിൻ്റെ എണ്ണം നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. അതുപോലെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ കോഴ്സ് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എല്ലാ എക്സാം ഇതിൽ നമുക്ക് ആവശ്യമുള്ള എക്സാം സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റെയിൽവേ ആണെങ്കിൽ റെയിൽവേ സെലക്ട് ചെയ്യുക. അതിനകത്ത് നമുക്കിപ്പോൾ ട്രാക്ക് ബാച്ച്, ആ ബാച്ചാണ് വേണ്ടത്. അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും സെക്ഷൻസും എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട്, ബുക്സ് ആണെങ്കിൽ ബുക്സ് അവൈലബിൾ ആണ്. ബുക്സിൽ 48ഓളം ബുക്സ് വിവിധ ടോപ്പിക്സ്, സിലബസ് അനുസരിച്ചുള്ള വിവിധ ടോപ്പിക്സിൻ്റെ കാര്യം കിട്ടും. ഓക്കെ, അവിടെ നമുക്ക് കോഴ്സ് ഇത് ചെയ്യാൻ പറ്റും, ഏത് കോഴ്സാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ SSCയുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പിനകത്ത് സെറ്റ് ചെയ്തിടാൻ പറ്റും ഏതൊക്കെ കോഴ്സ് ആദ്യം കാണണമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ബാങ്കിൻ്റെ വേണമെങ്കിൽ ബാങ്കിൻ്റെ എടുക്കാം, അതുപോലെ ഹൈക്കോർട്ടിൻ്റെ വേണമെങ്കിൽ ഹൈക്കോർട്ടിന് എടുക്കാം. ഏത് വേണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ലൈവ് ക്ലാസ് മിസ്സാണെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യുക, ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെഷനായിട്ട് കാണാം. താങ്ക് യു ഓൾ.